വീര്യം കൂടിയ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സ്വീകരിച്ച നിലപാടിനെ സ്വാഗതം ചെയ്ത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അഭിനന്ദനാർഹമാണെന്ന് വ്യക്തമാക്കി ബിഷപ്പ്. എന്നാൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ വീര്യം കൂടിയ മദ്യത്തിന്റെ നികുതി ഘടന പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചാണ് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രായോഗികമായ ഇത്തരം ചർച്ചകൾക്ക് വഴി തുറന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് ബിഷപ്പ് വ്യക്തമാക്കി. എന്നാൽ നികുതി ഇളവുകൾ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറരുതെന്ന ശക്തമായ മുന്നറിയിപ്പും ബിഷപ്പ് നൽകുന്നുണ്ട്. സമൂഹത്തിൽ ലഹരിക്ക് അനുകൂലമെന്ന് തോന്നിക്കുന്ന ഒരു നിലപാടും ആരും സ്വീകരിക്കരുത് എന്നതാണ് സഭയുടെ വ്യക്തമായ കാഴ്ചപ്പാടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ FCR നിയമ ഭേദഗതിയെക്കുറിച്ചും ബിഷപ്പ് നിലപാട് വ്യക്തമാക്കി. മുൻപ് സഭ എതിർപ്പ് അറിയിച്ച പ്രധാന മേഖലകളിലല്ല ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ചില പുതിയ കൂട്ടിച്ചേർക്കലുകളാണ് ഇപ്പോൾ നിയമത്തിൽ വരുത്തിയിരിക്കുന്നത്. ഇതിന്റെ നിയമവശങ്ങളെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ചതിനു ശേഷം മാത്രമേ ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് കടക്കൂ എന്നും മാർ ജോസഫ് പാംപ്ലാനി കൂട്ടിച്ചേർത്തു. സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയെക്കുറിച്ച് നടത്തിയ നിലപാടിനെ കുറിച്ച് പ്രതികരണം അറിയിക്കാനാണ്. പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് വളരെ ഭാവാത്മകമായൊരു തീരുമാനമാണ്. മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനോട് ഞങ്ങൾ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ തൂഫാൻ പ്രവർത്തനങ്ങൾ കേരളം മുഴുവനും വ്യാപിക്കുമ്പോൾ ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാനും അതിൻ്റെ പുകമറയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിലപാടുകളെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി എടുത്ത ആർജവത്വം അഥവാ ധീരത അത് തികച്ചും അഭിനന്ദനാർഹമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനോട് ഞങ്ങൾക്കുള്ള ആദരവും ഈ കാര്യത്തിലുള്ള നന്ദിയും ഹൃദയപൂർവ്വം അറിയിക്കുന്നു.